ഇതെന്റെ വാക്കാണ്. എനിക്ക് വിശ്വാസമുണ്ട്, എനിക്ക് 100 കിലോയുള്ള മീനെ കിട്ടും. അപ്പൊ നമ്മൾ ഈ മീനിനെ നമ്മൾ എന്ത് ചെയ്യും, ഫ്രൈ ചെയ്യും, കുക്ക് ചെയ്യും, നമ്മൾ വിഴുങ്ങും. അപ്പൊ പാട്ട് പാണ്ടിൽ നമ്മൾ മീൻ പിടിക്കാനാന്ന് പറഞ്ഞ് വന്നു. പക്ഷെ നമ്മൾ പിടിച്ചത് പക്ഷീനെയും നമ്മൾ അതിനൊക്കെയാണ് ഗൈസ് പിടിച്ച് മേത്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതും കിഴികളുടെ ആവാസ വ്യവസ്ഥയെ തന്നെ നശിപ്പിക്കുന്നു. ഈ മഹാവികൃതിയായ കുട്ടി മോസ്റ്റ് അങ്ങനെ ഇപ്പൊ അവര് കളിക്കണ്ടോ? അതെ, നിന്നെയൊക്കെ ഇപ്പൊ കാണിച്ചതാ. കുറച്ചുകൂടി ഫിഷിങ്ങിനെ കിടക്കണം. ചോക്ലേറ്റ് സ്വാഗതം. തുപ്പി, അതുകൊണ്ട് ഞാൻ പുറത്തേക്ക് തെറിച്ചു വന്നു. ഗൈസ്, ഇപ്പൊ നമ്മളിപ്പോൾ ഉള്ളത് എവിടെയാണ്? നമ്മുടെ സ്വർഗം ഫിഷ് ലാൻഡ്. കണ്ണുമില്ല മുഖത്ത്. അതെ ഗൈസ്, അപ്പൊ നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ സ്വർഗം. നമ്മളിപ്പോൾ നമ്മുടെ സ്വർഗം ഫിഷ് ലാൻഡാണ്. കേരള സർക്കാർ വയനാട് ജില്ല ജനകീയ മത്സ്യകൃഷി 2020-21 കുളങ്ങളിലെ ശുദ്ധജല മത്സ്യകൃഷി കണ്ടോ പേര്? നമ്മുടെ സ്വർഗം ഫിഷ് ലാൻഡ്. കുളത്തിന്റെ 2 ഏക്കർ. അപ്പൊ 2 ഏക്കർ സ്ഥലത്താണ് നമ്മുടെ ഈ സ്വർഗം ഫിഷ് ലാൻഡ് ഉള്ളത് കേട്ടോ. അപ്പൊ ഇതിന് തൊട്ട് മുമ്പ് ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഗൈസ്. അത് കാണാൻ വേണ്ടിട്ട് നിങ്ങൾ തീറ്റ ഉണ്ടോ? അതെ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ മീനിന്റെ വായിലേക്ക് ഒന്ന് കയറുവാണ് കേട്ടോ ഗൈസ്. നമുക്കപ്പം നമ്മളെ എന്താ പറയാ, ഫിഷിങ്ങിന്റെ വീഡിയോ ആണ് ഗൈസ് നമ്മുടെ ഇത് വന്നിട്ടുള്ളത്. അപ്പൊ നമ്മളിന് മോസ്റ്റ് ആയിട്ട് ഫിഷിനെ പിടിക്കാൻ വേണ്ടി പോവാണ്. വിഴുങ്ങോ കുഞ്ഞാച്ചിന്റെ ഫിഷ് അന്ന് നമുക്ക് അറിയത്തില്ല. എന്നെ കാണുന്നുണ്ടോ? ചേ ഇരുട്ടായതുകൊണ്ടേ നൈറ്റിലാണ് ഗൈസ് മീൻ പിടിക്കാൻ. വെളിച്ചത്തേക്ക് ഒന്ന് പറയാം. വേണ്ട വേണ്ട വേണ്ട, ഞാനിവിടെ ഓക്കെ ഗൈസ്, വരും നമുക്ക് പോവാം. ഇവിടെ ഇപ്പൊ ഗൈസ് 3 കുളങ്ങളുണ്ട് കേട്ടോ. 3 കുളങ്ങളുണ്ട്. അപ്പൊ ശുദ്ധജല മത്സ്യങ്ങളാണ് എല്ലാം. നല്ല ഫ്രഷ് ആയിട്ടുള്ള പെടക്കുന്ന മീൻ നമുക്ക് പിടിച്ചോണ്ട് പോയി തിന്നാം. പിടിച്ച മീനിനെ നമ്മൾ ഒരിക്കലും കുളത്തിലേക്ക് തിരിച്ചുവിടാൻ പാടില്ല. അങ്ങനത്തെ കുറെ എന്താ പറയാ സംഭവങ്ങളൊക്കെ പിടിക്കുന്നത് നമ്മൾ എടുക്കണം, അത്രേ ഉള്ളൂ. സത്യം ഗൈസ്. അപ്പൊ നമ്മളെന്താണ് മീനെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പൊ ഇതിന് തൊട്ടുമുമ്പത്തെ വീട് മറക്കരുത് കാണാന്. പാർട്ട് 1 അവിടെ ഉണ്ട്, പാർട്ട് 2 ആണ്. അപ്പൊ പാർട്ട് 1 നമ്മൾ മീൻ പിടിക്കാനാന്ന് പറഞ്ഞ് വന്നു. പക്ഷെ നമ്മൾ പിടിച്ചത് പക്ഷീനെയും നമ്മൾ അതിനൊക്കെയാണ് ഗൈസ് പിടിച്ച് മേത്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ നമ്മുടെ മോങ്കി എന്റെ ട്രെങ്കിനകത്ത് മുള്ളമ്പഞ്ഞിനെ പോലത്തെ ഒരു സാധനം ഉണ്ട് ഗൈസ്. അതിന്റെ പേര് വേറൊരു നെയിമാണ്, എനിക്ക് അതിന്റെ പേര് അറിയത്തില്ല. അപ്പൊ ഇവിടെ സ്നേക്ക് ഒക്കെ ഉണ്ടായിരുന്ന പറഞ്ഞു. പക്ഷെ നമ്മൾ സ്നേക്കിനൊന്നും കണ്ടില്ല. കാരണം നെക്സ്റ്റ് ടൈം ഒരു 2-3 ദിവസത്തിനുള്ള സ്നേക്കിനെ കൊണ്ടുവരുന്നുണ്ട്. നാളെ വരുമ്പോ എടുക്കാം. അപ്പം നമ്മളോട് പറയുന്നുണ്ട് കറക്റ്റ് ആയിട്ട് എടുക്കണം. അത് തന്നെ. പക്ഷെ യെസ് ഗൈസ്, അപ്പൊ നമ്മൾ നൈറ്റിൽ വന്നുകൊണ്ട് ഉള്ളത് കൊണ്ട് തന്നെ കറക്റ്റ് ആയിട്ട് നമുക്കൊന്നും ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ല. കാര്യം ഇവിടെ കുറെ പാർക്ക് ഉണ്ട് കേട്ടോ. അവിടേക്ക് പാർക്ക് ഉണ്ട്, ഇവിടെ കുളമുണ്ട്. ഇത് അല്ലടാ സ്ലൈഡർ. ഇവിടെ 3 ഊഞ്ഞാലുണ്ട്. അപ്പം എന്താ പറയാ, എന്താ ഞാനിത് കണ്ടില്ലടാ. അപ്പൊ മഴ പെയ്ത് ഫുള്ള് കിടക്കാണ് കേട്ടോ. അപ്പൊ ഇവിടെ ഒത്തിരി കാണാനുണ്ട്. ആയിരുന്നോ? ഒത്തിരി ഗായ്സ് കാണാനുണ്ട് കേട്ടോ. അയ്യോ പൈകള്, നീ കുളത്തിൽ ഊഞ്ഞാലിലാണ് നീ ഇരിക്കാൻ പോകുന്നത് അമ്മേ. അപ്പോൾ ഗൈസ് ഒത്തിരി എന്താ പറയുക കാര്യങ്ങൾ ഇവിടെ കാണാൻ. അപ്പോൾ നമ്മൾ മോർണിംഗിൽ വന്നാലാണ് കറക്റ്റ് കാണാൻ പറ്റുള്ളൂ. പക്ഷേ ഫിഷിങ്ങിന് പറ്റിയ വൈബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈവനിങ്ങിലാണ്, നൈറ്റ് ഈ ഒരു ടൈമിലാണ്. നൈറ്റ് തന്നെയാണ് ഗൈസ് അടിപൊളി. 8:42 സമയം. അപ്പോൾ ഈ ഒരു ടൈമിലാണ് നമുക്ക് ഫിഷിങ്ങിന് പറ്റിയ ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ മീനെല്ലാം കൂടി പുറത്തേക്ക് വരും. അപ്പോഴാണ് നമുക്ക് മീൻ പെട്ടെന്ന് ഇവിടെ പിടിക്കാൻ പറ്റുക. അപ്പോൾ നമ്മൾ ഈ നെക്സ്റ്റ് നമ്മൾ ഫിഷിങ്ങിലേക്ക് കിടക്കാൻ വേണ്ടി പോവാണ് ഗൈസ്. അപ്പോൾ എന്ത് ചെയ്യാൻ, മഴയൊക്കെ നൈസായിട്ട് പെയ്യുന്നുണ്ട് വീണ്ടും. യെസ്, നമ്മുടെ വാവാര് ഇതേ അമ്മയായി കുടയെ കൊണ്ട് നടക്കാനാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഫിഷിങ്ങിലേക്ക് കിടക്കാം. ചേട്ടാ മീനൊക്കെ വാലടിക്കുന്നുണ്ട് കുളത്തില്. ഞാൻ ചാടിയാലോ? നെക്സ്റ്റ് നമുക്ക് ഫിഷിങ്ങിലേക്ക് കിടക്കാം.
രണ്ട് വാക്കുകൾ. സ്വർഗം ഫിഷ്ലാൻഡ് എന്താ ഇത് എത്ര നാളായി തുടങ്ങിയിട്ട്? ഇത് 8 വർഷമായി തുടങ്ങിയിട്ട്. 8 വർഷമായി തുടങ്ങിയിട്ട്. അപ്പൊ ഇവിടെ മോസ്റ്റ് ആയിട്ട് എത്ര കുളങ്ങളുണ്ട്? 3 കുളങ്ങളാണ്. ഇതൊരു കുളം ഗൈസ്. പിന്നെ അടുത്ത കുളം ഇവിടെ. നമ്മള് വന്ന വഴിക്ക് ഇത് അവിടെ ഒരു കുളം. അപ്പൊ ഇത് എന്തൊക്കെ മീനുകളുള്ളത്? ഇതില് കട്ട്ല, ചെമ്പല്ലി, കാർപ്പ്, റോഹ്, പിന്നെ നെട്ടർ, വാള, ഗിഫ്റ്റ് തിലാപ്പിയ, നാടൻ മത്സ്യങ്ങള്. അപ്പൊ ഫ്രഷ് മീനെ പെട്ടക്കുന്നവനെ പിടിച്ചോണ്ട് പോയിട്ട് നമുക്ക് അതേപോലെ ഫ്രഷ് ആയിട്ട് കഴിക്കാം. അതെ, അത്രേ ഉള്ളൂ. പിന്നെ പിന്നെന്താ ചോദിക്കാ, ഇവിടെ മോസ്റ്റ് ആയിട്ട് എത്ര കിലോ ഉള്ള മീനാ പിടിച്ചിട്ടുള്ളത്? 15 കിലോ ഉള്ള മീൻ വരെ 15 കിലോ ഉള്ള. അയ്യോ, അതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ റെക്കോർഡാണ് ഗൈസ്. പിന്നെ നമ്മളാരാ മോസ്റ്റ് മീൻ പിടുത്തർ. അപ്പൊ ഇവിടെ നമ്മൾ അന്ന് വരുമ്പോ ഇത്രയൊന്നും കാര്യങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നില്ല. അപ്പം ഇവിടെ എന്തൊക്കെ പുതുതായിട്ട് എന്തൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത്? പുതുതായിട്ട് നമ്മള് ബേർഡ് പാർക്ക് ഉണ്ട്. പിന്നെ ഇപ്പുറത്ത് അതാ അവിടെ അങ്ങോട്ടേക്കാണ് പോകുന്നത്. നമ്മൾ അവിടെ പോയിട്ട് കാണിക്കാം. ഐസ്ക്രീമും പോപ്കോണൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. നൈറ്റ് ആണ് ഇവിടെ വൈബ് അല്ലേ? നൈറ്റ് ആണ് ഇവിടെ വൈബ്. നമുക്ക് പിന്നെ മോർണിംഗിൽ വരുവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി തെളിഞ്ഞ് കാണാം എല്ലാം അല്ലേ? എന്നോട് അപ്ഡേറ്റ് ആവാൻ പറയാണ് ഗൈസ്. മിന്നൽ വേള പടം അറിയാൻ ചോദിച്ചു. എനിക്ക് എവിടെ അറിയാം? കുറച്ച് ലൈൻസ്, അതിന്റെ മെയിൻ ലൈൻസ് മാത്രം അറിയാം. മിന്നൽ വേള കയ്യിലിട്ട പെണ്ണാണെങ്കിൽ അത് മാത്രം അറിയാം ഗൈസ്. അതെ, നമുക്ക് ഫിഷിംഗിലേക്ക് കടക്കാം കേട്ടോ. കുറെ നേരമായി നമ്മൾ കടക്കുന്നു. അപ്പൊ മഴ അമ്മേ മഴ. ഇപ്പത്തെ കുടയിൽ ഞങ്ങൾ നിക്കട്ടെ. ഒരു കൂടിയും 3 പെങ്ങളുമായി ഞങ്ങൾ നിക്കുക. പെങ്ങളല്ല. അപ്പൊ ഗൈസ് കൊണ്ട് നമ്മുടെ ആലിഞ്ചേട്ടൻ മീനിന്റെ പാടി വിളിച്ചിട്ടുണ്ട് ഗൈസ്. അപ്പൊ നമ്മുടെ ആലിഞ്ചേട്ടന് മോശമായിട്ട് മീൻ പിടിക്കാൻ പോകുന്നത്. അപ്പം പോയി. അയ്യോ, അപ്പൊ നമ്മുടെ ആലിഞ്ചേട്ടൻ മുമ്പ് മീൻ പിടിച്ചത് എത്രയാ? 7 8 മോസ്റ്റ് 8 കിലോ. നേരത്തെ 7 എന്നല്ലേ പറഞ്ഞേ? പിന്നെ പിടിച്ചിട്ടില്ലേ? 8 നമ്മള്. അപ്പൊ എത്രയോ വരാം. അപ്പൊ നമ്മള് എന്തായാലും ഇരയാണ്. അപ്പൊ നമ്മള് മോസ്റ്റ് പിടിച്ച അത്ര വലിയ മീനാണ്. അപ്പൊ ഇവിടെ ഇഷ്ടം പോലെ ഗായ്സേ എത്രയാ 15 കിലോ വരെയുള്ള ഫിഷ് ഉണ്ടെന്നാണ് പറഞ്ഞത്. അതാ ഫുഡ് എറിഞ്ഞു. അപ്പൊ നോക്കാം ഗായ്സ് നമുക്ക് എത്ര ഫിഷിനെ കിട്ടും എന്നുള്ള കാര്യം. അപ്പൊ നമുക്കിത് എവിടെ ഇരിക്കാനൊക്കെ ഉള്ള ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മള് എന്താ പറയാ, മഴ പെയ്തുകൊണ്ട് നമ്മളെ ബാക്കൊക്കെ നനയും. നനവാണ്. പങ്കാ നീയോട്ടിരുന്നോടാ. ഇരുന്നോ കൊച്ചിരുന്നോ. ഇതാ നമ്മളെ കുളമാണ് ഗൈസ് ഈ കാണുന്നത്. അപ്പൊ നമ്മൾ അന്ന് വന്നപ്പോൾ നമ്മളിതിന് മുമ്പ് 2-3 പ്രാവശ്യം വന്നിട്ടുണ്ടേ. അപ്പോൾ അത് ആ കാണുന്നതാണ് നമ്മൾ ചെങ്ങാടത്തിൽ ഇരുന്നിട്ട് നമ്മൾ കയറി ഇങ്ങനെ വലിച്ചിട്ട് നമ്മൾ സെൻറ്ററിൽ പോയിട്ട് അവിടെ വന്നിട്ടാണ് നമ്മൾ ചൂണ്ടെറിഞ്ഞ് നമ്മൾ മീൻ പിടിച്ചിട്ടുള്ളത് അല്ലേ? അതെ. അപ്പോൾ നമുക്ക് ഒരുപാട് ഫിഷിനെ കിട്ടിയിട്ടുണ്ട്. ഞാനും മീൻ പിടിച്ചിട്ടുണ്ട്. നിങ്ങൾ എന്തോർത്ത് എനിക്ക് മീൻ പിടിക്കാൻ അറിയത്തില്ല എന്നാണോ? എന്താ പറ്റും ഉദ്ദേശിക്കുന്നത്? എനിക്ക് അറിയത്തില്ല. ഞാൻ മീൻ പിടിച്ചിട്ടുണ്ട്. അത് പക്ഷേ 3 kg ആയിരുന്നു ഗൈസ്. നമ്മുടെ വാവാറ്റി തന്നെ മീൻ പിടിക്കാൻ വരുന്നത് ബിരിയാണി കൊടുക്കാൻ, അതായത് മീനുകൾക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ വാവാറ്റി പറഞ്ഞത്. അയ്യോ ആണോന്നോ? അയ്യോ ഒരു ജയിച്ച ടീം വന്നിരിക്കുന്ന. അയ്യോ യെസ് ഗൈസ്, വാവാറ്റിയും അല്ലും ചേട്ടനും ഉണ്ണിച്ചേട്ടാ നിങ്ങൾ 3 ആയിരുന്നു ടീം. ഞാനും പൈങ്കിളിയും പിന്നെ പൈങ്കിളിയും ഞാനും മറ്റേ സംസാരിച്ചേട്ടയും ഞങ്ങളായിരുന്നു ഗൈസ് ടീം എന്ന് പറയുന്നത്. പക്ഷേ മോസ്റ്റ് ആയിട്ട് റെക്കോർഡ് ഇട്ടത് ഇവരുടെ ടീമാണ്. പക്ഷേ അത് ഒരാൾ മാത്രം തീറ്റ കൊടുക്കാനാണ് വരുന്നത്. അതാണ് ഒരു പ്രശ്നം. ഓ ഇനി അങ്ങനെയൊക്കെ പറയാം, തീറ്റ കൂടെ നിർത്തില്ലേ. പക്ഷെ ഞാൻ മീൻ പിടിച്ചു. മോസ്റ്റ് സന്തോഷമായിട്ട് വലിയ ആളൊന്നും വേണ്ട പറഞ്ഞേക്കാം. മീനിനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഗൈസ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് നോക്കാം എത്ര മീൻ കിട്ടുമെന്ന് നമുക്കറിയത്തില്ല. എവിടെ നമ്മുടെ വള്ളി പോലും കാണുന്നില്ല. മീൻ കുത്തുമോ അല്ലെ കുത്തില്ലയോ ഗൈസ്? ഇത് അങ്ങ് ദൂരെയൊക്കെ നമുക്ക് നമ്മുടെ കുളം നന്നായിട്ട് ഇളകി നമുക്ക് കാണുന്നുണ്ട്. അതായത് മീനുകൾ അവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മളെ മാടി വിളിക്കാനാണ് ഗൈസ് ഉദ്ദേശിക്കുന്നത്. അത് തന്നെ, നമ്മൾ ആ പ്രണോൽപ്പിളങ്ങൾ വീഴുന്നില്ല. നമ്മള് മീനെ നമ്മുടെ വരുത്തിക്കാണ് വരുന്നത് അല്ലേ? അല്ലേ? അപ്പൊ നമുക്ക് നോക്കാം നമ്മുടെ മീൻ നമുക്ക് കിട്ടുമോ അതോ കിട്ടില്ലയോ എന്ന്. ചേട്ടൻ ഗൈസ് മീൻ കിട്ടിയോ എന്ന് സംശയപ്രകാരം വലിച്ചു നോക്കിപ്പോ നമ്മുടെ മീനെല്ലാം കൂടി കെട്ടിട്ട് വെച്ചിട്ടുണ്ട് നമ്മുടെ വെള്ളം. അപ്പൊ നമ്മുടെ ഇതാണ് നമ്മുടെ തീറ്റ ഉണ്ട.
സ്മെല് ചെയ്ത് നോക്കുന്നേ. തിന്ന്. പക്ഷെ മീഷിനെ ഭയങ്കര മീഷിന് ഇങ്ങനെ ഇഷ്ടമുള്ള നമുക്ക് നോക്കാം നമുക്ക് മീനെ കിട്ടുമോ എന്ന്. നമ്മള് ക്യാമറ ഓഫ് ആക്കുമ്പോഴായിരിക്കും മീനെ കിട്ടാൻ പോകുന്നത്. എനിക്ക് നല്ല സംശയമുണ്ട്. അങ്ങനെയാണത്, അങ്ങനെ വരുള്ളൂ. മൊമെന്റ്സ് ഒക്കെ ചെയ്യുമ്പോ ക്യാമറ ഫോൺ ഓൺ ആകുന്നു. അവസാനം ജസ്ലിം വന്ന് ഒച്ചപ്പാടും ദേഷ്യം തെറി വിളിച്ച് കഴിഞ്ഞപ്പോ ഞാൻ ക്യാമറ ഓൺ ചെയ്തു. ഇനി നേരെ രണ്ടാം നിലയുടെ മേളിൽ ഒറ്റ ചാട്ടം അത് വേറെ അവിടെ ഓടി കളിക്കാറ്. ഞാനൊക്കെ എന്താ പറയോ അത് കാരണം അറിയുന്നില്ല. ഞാൻ അറിയുവാണെങ്കിൽ ഇവിടെ തന്നെ അല്ല തന്നെ പിടിച്ചിട്ട് അവളിങ്ങനെ അതത്രേ ഉള്ളൂ. കാരണം നമുക്ക് ശീലമുള്ളതാണ്. പൊട്ടൻ അവിടെ ഇൻവോൾവ് ആയിട്ട് നമ്മളെ കാണിക്കുന്നില്ല. അതെ, ക്യാമറ അല്ല നമ്മള് വ്ളോഗില് ഇൻവോൾവ് ആണ്, പക്ഷെ ഇവിടെ പറയുന്ന സംസാരത്തിൽ ഇൻവോൾവ് ആകുമ്പോ നമ്മുടെ ക്യാമറയ്ക്ക് എങ്ങനെയായിരിക്കും ഗൈസ് ബാക്കി എല്ലാ കാര്യങ്ങളും എടുക്കും. അപ്പൊ നമ്മള് മീമിനെ വെയിറ്റ് ചെയ്യാണ് ഗൈസ്. അപ്പൊ നമ്മുടെ എന്ത് ചോദ്യം ചൂണ്ടയാ എവിടെയാ ചൂണ്ടാണ് ഇതുപോലത്തെ എറിഞ്ഞാ പോരെ. കമോൺ ലെറ്റ്സ് ഗോ. പറഞ്ഞുണ്ടോ? പിന്നില്ലേ ചോദ്യമാണ്. ഞാൻ എനിക്ക് എക്സ്പെർട്ട് ആണ്. അതെ അതെ അതെ, ഞാൻ എന്റെ കൈ കണ്ടാ മതി മീൻ വീഴാൻ. എടാ നമ്മുടെ സംജു ചേട്ടൻ ഇവിടെ പോയി കാണുന്നില്ല. ഇതാണ് ഗൈസ് ഞാൻ നമ്മുടെ സംജു ചേട്ടനെ കണ്ടില്ല ഗൈസ്. മീൻ 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 പിടിക്കലിൽ മുഴുകിയിരിക്കുവാന്നാണ് പറഞ്ഞത്. എവിടെയാണെന്ന് അറിയിച്ചില്ല ഗൈസ്. നമുക്ക് നോക്കാം ഗൈസ്. അപ്പൊ നമ്മള് സാധാരണ ഇവിടെ മേശപ്പുറത്തുണ്ടെന്നാണ് പറഞ്ഞത്. മേശ പോലും കണ്ടില്ല, അതാണ് മെയിൻ. വാവ്, നമ്മൾ സാധാരണ ഇങ്ങോട്ട് പോകും. ഇങ്ങോട്ട് പോയിട്ട് അവിടെ ചെങ്ങാടം പോലെ ഉണ്ടാവും. ഇവിടെ നിന്നിട്ടായിരുന്നു മീനെ പിടിക്കുന്നത്. അവിടെയാ? അല്ലെങ്കിൽ വിടിയും നേരെ കിടക്കുന്നുണ്ട് കണ്ടോ? ആണോ അതിലെടുത്ത് വെച്ചാണോ? ആണോക്ക് അതെ ഗൈസ്, പൊട്ടനായിരുന്നു ഞാൻ. ഇതാണ് നമ്മുടെ ചൂണ്ട. ചൂണ്ട നമുക്ക് അറിയില്ല. കപ്പി എടുത്തു വെച്ചാൽ നമുക്ക് തോന്നുന്നത് നിന്റെ തീറ്റ അല്ലടാ, മീന്റെ തീറ്റയാണ്. ഇതാണ് ഇതെടുത്തു. അയ്യോ ഞാൻ ചുക്കളി പിടിച്ചു. അപ്പൊ ഞാൻ ഇനി എന്ത് ചെയ്യാൻ പോകുന്നറിയോ? ഇത് നമ്മുടെ തീറ്റ എടുത്തിട്ടുണ്ട്. നമ്മുടെ കപ്പിയിൽ മഴ പെയ്യുന്നുണ്ട്. ഇത് കണ്ടോ? ഇതാണ് നമ്മുടെ ചൂണ്ട. ഇതുണ്ടല്ലോ, ചൂണ്ട എല്ലാവർക്കും അറിയാലോ. അപ്പൊ അതിന്റെ എഡ്ജൊക്കെ നല്ല ഷാർപ്പാണ്. കൊളിച്ചു വലിച്ചാൽ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ഇല്ലാത്ത അവസ്ഥയാണ്. ഇത് നമ്മുടെ കയറാണ് ഈ കാണുന്നത്. ഇത് നമ്മുടെ തീറ്റയാണ്. അപ്പൊ ഫിഷ് ലാൻഡ്. അപ്പൊ ഫിഷ് കൊണ്ടുപോകാൻ ഞാനാക്കാം. ചൂണ്ട അപ്പൊ മുമ്പത്തെ റീൽസ് മുമ്പത്തെ വ്ളോഗിൽ ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ട്. അതെ 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 അതെ, വരൂ എന്റെ കൈ കൊത്ത്. അത്രയും വലിയ കുളം കണ്ടിട്ട് വീട്ടിൽ അത് കാണുന്നില്ല. ഇവിടെ കുഞ്ഞാമ്പലുകൾ കാണണം. മുമ്പത്തെ വ്ളോഗിലാണ് ഗൈസ് മീനൊക്കെ വന്നെ പൊതിയുന്നുണ്ട്. നിങ്ങൾ അതൊക്കെ കാണണം. ഞാൻ ഇത് രണ്ടും എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇനി ഫിഷിങ്ങിനെ കിടക്കണം. ചോക്ലേറ്റ് ഇത് റെഡിയാക്കാൻ വേണ്ടി പോകുന്നു കേട്ടോ. നമുക്ക് നോക്കാം എത്ര മീനൊക്കെ. നിങ്ങൾക്ക് കൊടുക്കത്തില്ലായിരുന്നോടാ? ഞാൻ ക്യാമറയാ. ഞാൻ നിന്നാ മതി, മീൻ വരും, നിങ്ങക്ക് കിട്ടും. അറിയാലോ, ഞാൻ ബ്ലാക്ക് മാജിക് വെച്ചിട്ടുണ്ട് മീനിനെ. നമ്മുടെ എന്താ പറയാ
അതിൽ നിന്ന് കയറ് വിളിക്കുന്നുണ്ട്. അതെ അതെ അതെ. നിങ്ങൾക്കും കൂടി വാങ്ങാൻ മേലായിരുന്നോടാ? മറ്റേ കൂടി വാങ്ങാൻ മേലായിരുന്നു. ധാരാളാ. എടാ പോടാ. അപ്പോൾ ഇവർ പിടിക്കുന്നതും കൂടി മീൻ ഞാൻ പിടിക്കുന്നതാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇതേ നമ്മൾ മീനിൻ്റെ ചൂണ്ട ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എനിക്ക് വിശ്വാസമുണ്ട് എനിക്ക് 100 കിലോ ഉള്ള മീനെ കിട്ടുമെന്ന്. കിട്ടും കിട്ടും കിട്ടും. പിന്നെ മീൻ കൊണ്ടോ തിന്നുവോ? നേരത്തെ വായിന്ന് ഇറങ്ങി വന്നില്ല. 100 കിലോ ഉള്ള മീൻ പിടിക്കുന്ന ഉദ്ദേശിച്ചത് തന്നെയാണ്. 100 അല്ലാതെ 1000 കിലോ ഉണ്ടാവും. അവിടെ ഉണ്ടായിരുന്നയാ? അതെ അതെ അതെ. പക്ഷെ അതവിടെ ഉണ്ട്. അയ്യോ എന്റെ മുഖത്തേക്ക് എറിഞ്ഞേക്കല്ലേ, ഞാൻ പോവില്ല തീറ്റായിട്ട്. വിശ്വാസം കൂടുതലായത്. അല്ലെങ്കിൽ നിനക്ക് കുറച്ച് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഉണ്ട ഇങ്ങനെ പിടിക്കും. ആ ഉണ്ട ഇത് വിട് ഇത് വിട്. അതെറിഞ്ഞാലും മതി. ഇപ്പൊ മനസ്സിലായില്ലേ? ഞങ്ങക്ക് കുഞ്ഞുട്ടിക്ക് ഭയങ്കര ഇതിന് ഇത് ഇത്രയും ഹൈറ്റ് ആയതാണ് ഇപ്പൊ പ്രശ്നം. കുറച്ചും കൂടി അവിടെ പങ്ക മാറിയത് നന്നായിട്ടോ. എന്നെ തൊട്ടി മുകളിലിരുന്നു ഞാൻ ചപ്പിയായിപ്പോയി. നമ്മുടെ ആദിച്ചേട്ടൻ ഒന്നും മിണ്ടാതെ ഇരുന്നിട്ട് ഓടിനെ പറ്റിക്ക് വരുമ്പോഴും മുമ്പ് ക്യാമറ അടക്കം പോവും അല്ലേ? ഞാൻ സൂപ്പറായിട്ട് അറിയും. സൂപ്പർ സൂപ്പർ സൂപ്പർ. ഇത് ഇവിടെ വരുമെന്ന് ഞാൻ ഓർത്തില്ല. അവസ്ഥ അറിയണമെന്ന് കൊറേ കയ്യൊപ്പുകളുണ്ട്. നീ ഇങ്ങനെ പിടിച്ചിട്ടേ ഇവിടേക്ക് വന്ന് നിൽക്കാം, പുറത്തേക്ക് ഇല്ല പുറത്തേക്ക് ഇങ്ങനെ വന്നിട്ട് ഒറ്റ നിനക്ക് പറ്റാവുന്ന പോലെ എറിഞ്ഞാൽ. അതെ അപ്പുറം പോയി നിന്നോന്നാല് അല്ലെ കുറച്ച് എന്റെ മുഖത്തായിരിക്കും. ഷോട്ട് അത്ര ശരിയായില്ല. ബാക്കി കയറൊക്കെ നിലത്ത് പോയി. സാരില്ല നോക്കി ഞാൻ മീൻ പിടിക്കും. എനിക്ക് പേടിച്ചറിയോ, ഞാൻ അത്ര എനർജി അറിഞ്ഞോണ്ടെടുക്കാത്ത. കാരണം എന്റെ അടുത്ത് ഫോണുണ്ട്, ബാഗ് ഉണ്ട്. ഇതൊക്കെ തെറിച്ചു പോയാൽ എന്ത് ചെയ്യും? അത് കാരണം പ്രശ്നമാകോ? അവിടെ ചെയറുണ്ട്. അപ്പൊ ഞാൻ ഈ ഫോൺ എന്റെ ഇതിൻ്റെ ഉള്ളിൽ ഇട്ടിട്ട് ഞാൻ സ്വസ്ഥമായി നിക്കട്ടെ. നമ്മുടെ മീനുകൾ ഫുഡ് കഴിക്കാൻ മെടുക്കലാണ് കേട്ടോ. അത് ചൂണ്ടയൊന്നും അനക്കാതെ പതുക്കെ പതുക്കെ വന്ന് കഴിച്ചിട്ട് പോകും. അതെ, നമ്മുടെ ഈ സംഭവം അനങ്ങാത്തോണ്ട് രക്ഷപ്പെട്ടു. അല്ലെ എന്റെ ബാഗൊക്കെ നിലത്ത് പോയേനെ. നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഞാൻ ചൂണ്ട ഇട്ട് വെച്ചിട്ട് ഇല്ലെങ്കിൽ നടക്കല്ലേ. നമ്മുടെ ചൂണ്ട മീൻ കൊത്തുമോ എന്ന് നമുക്ക് നോക്കാം. പക്ഷെ ഗായ്സ് നമുക്കിത് അറിയാൻ അയ്യോ അല്ല എന്നെ ഇപ്പൊ തൂക്കി അയ്യോ അയ്യോ എന്നെ കളിയാക്കാത്. ഓക്കെ ഗൈസ്, അപ്പൊ എന്റെ ചൂണ്ട ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോ അടുത്ത് പോയി കഴിഞ്ഞാൽ ചിലപ്പോ എന്നെ കൂടെ തൊക്കെ അറിയാം. അതുകൊണ്ട് അങ്ങോട്ട് പോകുന്നില്ല. നമുക്ക് നോക്കാം നമ്മുടെ ചൂണ്ടയ്ക്ക് എന്തെങ്കിലും മാറ്റമുണ്ടോ എന്ന്. ക്യാമറാമാൻ വേറെ ആരോടും എടുക്കുന്നത്. ക്യാമറാമാൻ ഗൈസ് ഞാൻ പറഞ്ഞല്ലോ ചൂണ്ടയിടാൻ പറഞ്ഞത് മീൻ തീറ്റ കൊടുക്കാനാണ്. അപ്പൊ നമുക്ക് നോക്കാം എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമോ. ഞാൻ ഉറങ്ങി ഗൈസ്. അടുത്ത് അത് ഞാൻ കണ്ടില്ല. നമ്മുടെ അഞ്ചെട്ടിന് പൂര അവസ്ഥയാണ്.
ഫുഡ് ഒരു വഴിക്കും ചൂണ്ടിപ്പുറത്ത് ഒഴിക്കും. എന്തൊക്കെയാ ഗൈസ് എന്തായാലും പറയുന്ന എക്സ്ക്യൂസസ്. ഗായ്സ് അപ്പൊ നമ്മുടെ പിടിച്ചോ. ഓ ലെജൻഡ് ആണ്. ദൈവമേ ഇതിന് ജീവനുണ്ട് കേട്ടോ. മഹത് വ്യക്തി എവിടെ ഒന്ന് ചിരിക്കും. മഹത് വ്യക്തി വാവ് ലൈറ്റ് അപ്പുറത്താണ് പക്ഷെ കുഴപ്പമില്ല കാണുന്നുണ്ട്. ചേട്ടായി നമ്മുടെ ബാക്കിയുള്ള കുളങ്ങളിൽ നിന്നിട്ടാണ് ഗൈസ് എറിയാൻ പോകുന്നത്. ചൂണ്ടെറിയാൻ പോലെ തീറ്റയൊക്കെ പിറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ കുറേ തീറ്റ കൊടുക്കുന്നുണ്ട്. നമുക്കാണ് തീറ്റയ്ക്ക് പിശുക്കുള്ളത്. പക്ഷെ ചേട്ടായിക്ക് മീനിന് തീറ്റ കൊടുക്കാൻ ഒരു പിശുക്കില്ല. ചെറുതാണ് ഒന്ന് നോക്കാൻ വേണ്ടി. ഓക്കെ അപ്പൊ നമ്മുടെ താമസ ചേട്ടായി മീൻ പിടിക്കാൻ വേണ്ടി പോകണം. നമുക്ക് നോക്കാം. മോസ്റ്റ് ഫിഷിംഗ് മാൻ ആണ് ഗൈസ് നിൽക്കുന്നത്. കണ്ടോ കൈയടിക്കൂ. അപ്പൊ നമുക്ക് നോക്കാം എത്ര കിലോ ഉള്ള മീൻ ആരൊക്കെ പിടിക്കും, എന്തോരം പിടിക്കുന്നൊന്നും നമുക്കറിയില്ല. അപ്പൊ നമുക്ക് നോക്കാം. എനിക്ക് എന്റെ തൊണ്ട ലാസ്റ്റ് വിടുന്ന് പോകുമ്പോഴേക്ക് എന്താവുന്ന എനിക്ക് അത്രയും കൂടി അറിയില്ല. കാരണം എനിക്കിപ്പോ തൊണ്ടയ്ക്ക് ഭയങ്കര പ്രശ്നമാണ്. ഓക്കെ ഓക്കെ. എന്റെ ദൈവം എത്ര സിമ്പിൾ ആയിട്ടാണ് എടുത്തത്. ഞാനൊക്കെ ആണല്ലോ ചൂണ്ട എറിഞ്ഞെറിഞ്ഞ് മടുക്കുകയാണ് ചെയ്തത്. ഒന്നിനെ വലിക്കുന്നേ. കെട്ടുപിടിപ്പിച്ചണോ? എടാ അതെ അവിടെയൊക്കെ നല്ല ഇതുണ്ട് കേട്ടോ. അപ്പൊ അവിടെയൊക്കെ ഇഷ്ടം പോലെ മീനുണ്ടെന്നാണ് ഗൈസ് തോന്നുന്നത്. അയ്യോ എന്റെ ചൂണ്ടിന്റെ അവസ്ഥ എന്തായെന്ന് അറിയില്ലല്ലോ. പിടിച്ചേ കണ്ടോ ഇത് ചാവുവാ. അയ്യോ മനപ്പൂർവ്വം വേണ്ടിട്ട് വായ വെച്ചോണ്ടല്ലേ പിന്നെ നിർത്തില്ലല്ലോ. ഇതിന് കറിയാണ് വെക്കുന്ന വർക്കാണ് ചെയ്യുന്നത്. അതെ അതെ ഇതാ വാ മോസ്റ്റ് തീറ്റ എൻ്റെ കയ്യിലാണ്. ചേട്ടായി അപ്പോൾ ഇതാ മീനെ പിടിച്ചുകൊണ്ട് നിൽക്കാണ് ഗൈസ്. ഇപ്പം നമുക്ക് ഇങ്ങോട്ട് പോകാം. എന്തായി? ഓ അല്ല ആദ്യം നമ്മൾ അങ്ങനെ കൊടുക്കണം, പിന്നെയാണ് നമ്മൾ പിടിക്കേണ്ടത് അല്ലേ പങ്ക? എനിക്കറിയാം എന്റെ തീറ്റ കൊണ്ട് പോടാ. വലിക്കുമ്പോ നമുക്കൊരു ടൈറ്റ് ഉണ്ടാവും. അതെ നിങ്ങളല്ലേ ചൂണ്ടറിഞ്ഞ എന്റെ പുറകെ വിളിച്ചത് ഉണ്ടോ? കണ്ടില്ലേ കൊറേ പരിശ്രമം നടത്തിയിട്ടുണ്ട്. വായിൽ ഒതുങ്ങുന്നില്ല കുഞ്ഞിണ്ടാക്കി. എവിടെയാ? കണ്ടു കണ്ടു ഇപ്പഴാ കാണുന്നത്. വലിച്ചെറിഞ്ഞിട്ടൊന്നും കാര്യമില്ല. നീ ചിലപ്പോ ഇവിടെ ആണെങ്കിലോ ഇവിടെ കിട്ടില്ല. പൊട്ടൻ അയ്യേ ഞാനാ വലിയ പൊട്ടൻ. പിന്നെ എന്തിനാ എടുത്തേന്ന് ആ മഴ പെയ്യുന്നുണ്ട് കേട്ടോ ഗായ്സ്. നല്ല മഴ പെയ്യുന്നുണ്ട്. ചൂണ്ടവള്ളി തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് അനക്കമുള്ളത് അറിയാൻ പറ്റൂട്ടോ. വല്ല അനക്കം ഉണ്ടാവും ദൈവത്തിനറിയാം. അതെ ഇതേ ഒത്തിരി കുഞ്ഞുമീനുകളും ഉണ്ട് ഇവിടെ. വല്ലതും കിട്ടുമോ? നമുക്ക് നോക്കാം. ഇപ്പം ഞങ്ങൾ എണ്ണുന്നില്ല എത്രാമത്തെ പ്രാവശ്യം അറിയുന്നതെന്ന് അറിയത്തില്ല കേട്ടോ. അയ്യോ ചാങ്ങി നിന്നിട്ട് അറിയാം. മറന്നുപോയി. വാലയറിഞ്ഞോളി ഇപ്പൊ അറിഞ്ഞ്. ഞാനൊന്ന് ട്രൈ ചെയ്യട്ടെ. കുറച്ച് ക്ഷമ വേണം. മീൻ ശരി. കയറ് വലിക്കുന്നുണ്ട്. കിട്ടൂട്ടോ കിട്ടുവേ. ഇപ്പോഴൊരു ബഹളം നടക്കും. തൊണ്ടയില്ല. അതന്നെ ബിഗ് ബോസ് എനിക്ക് വീട്ടിലെ നമ്മള് രണ്ടാമത് പിടിച്ചാണ് ഈ മീൻ. ഇതാണ് മീൻ.
കുത്തില്ലേ? അപ്പൊ അന്ന് നമ്മള് കുത്തിയതോ ഉള്ള നമ്മുടെ മോസ്റ്റ് ലെറ്റഡ് ആണ് ഗൈസ് മീൻ എന്താന്ന് വെച്ചാൽ ചെയ്തോന്ന് ചേട്ടാ ഇത് ഇതിനകത്ത് നിന്നുള്ളത് ഇത് കൊളുത്ത് പിടിപ്പിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ഓ പാവുണ്ട് ചേട്ടാ, ഈ മോസ്റ്റാണ് കേട്ടോ. ഇത് തിന്നാനൊരു മോസ്റ്റും ഇല്ലേ, പിന്നെ കൊളുത്ത് കുത്തി വെച്ചിട്ടുണ്ട്. എന്താണ് അതിനെ വെള്ളത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പൊ നമ്മള് ചേട്ടാ 2 മീൻ കിട്ടിട്ടോ. നമ്മൾക്ക് ഒരു അനക്കമില്ലേ, പോരട്ടെ അങ്ങനല്ലേ. അത് നിങ്ങൾ ഇടി വാങ്ങും. അപ്പൊ ഞാനും നിറഞ്ഞോട്ടെ, എനിക്ക് പിടിക്കണം മീനെ വലുതിനെ. ചെങ്ങാടൻ എന്താ വെള്ളം കുളത്തിൽ കൂടിയത് കൊണ്ട് മാറ്റിയിട്ടേക്കാണ്. നമ്മൾ അതിനകത്ത് പോയിട്ട് എന്തൊരു കാര്യം പറയാന്നല്ലോ. ഇതില് 6 അടിയോളം വെള്ളം ഉണ്ടെന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പൊ നമുക്ക് സ്വിം ഒക്കെ ചെയ്യാൻ പറ്റുമോ? ഞാൻ 5 അടി നീങ്ങിട്ടുണ്ട്. ഞാനടി കുഴപ്പമില്ല. ഇതിപ്പോ എന്റെ ചൂണ്ടയാണ് ഇട്ടത്, എന്റെ ചൂണ്ടയാണ് ഇട്ടേ. ചൂണ്ടിട്ടോ സീൻ തന്നെ. നോക്കാം, ഇപ്പൊ മീൻ കിട്ടിയ പറഞ്ഞോട്ട് 5 അടിന് ഇട്ടിട്ടാണ്. തീറ്റയുടെ അതോ ഇതിൽ കുടിക്കട്ടോ. ഇവര് കെട്ടുകൂട്ടിൽ തന്നെയാണ്. ഞങ്ങൾക്കൊരു മീനെ കാണാനുള്ള ഭാഗ്യം നിങ്ങൾ രണ്ടും തരുവോ? സത്യം ഇല്ല, ഞങ്ങളിങ്ങനെ നിക്കുന്നുണ്ടല്ലോ, പ്രാർത്ഥിക്കുന്നുണ്ട് കിട്ടട്ടെ കിട്ടട്ടേന്ന്. അതതിന്റെ തിരിവ് പങ്കീസ് പിരിഞ്ഞു പിരിഞ്ഞ് നിൽക്കുക. കുഞ്ഞായിട്ട് കഷ്ടപ്പെട്ട് കെട്ടടിക്കാൻ കേട്ടോ. അയ്യോ ആൽചേട്ടൻ ചൂണ്ടയില് ചൂണ്ടിക്കൊളുത്തി. ഞാൻ വെറുതെ അതെ ഞാൻ നല്ല വെയിറ്റ് മീനാണോന്ന് ഓർത്തു. പക്ഷെ എന്താ അയ്യോ ഇത് നോക്കത് കടിച്ച് കടിച്ച് ഇല്ലാതാക്കിയിട്ടുണ്ട്. കണ്ടോ? അപ്പൊ നമുക്കിത് കളഞ്ഞിട്ട് വേറെ ഇല്ല, അതിനകത്ത് കുറച്ചുകൂടി വെറുതെ വിട്ടു. പിന്നെ വെറുതെ കൊടുത്തു. വാവാത്തിയായി കാഴ്ച വരുന്ന മിസ്റ്റേക്ക്. അപ്പൊ നമുക്ക് ഇത് ഇതാ ഞാൻ ചൂണ്ട മീൻ അല്ല തീറ്റ എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മളിത് ഇതിനകത്ത് കൊളുത്താണ്. ഇതാ കൊളുത്തി. ഇതാ ഇച്ചിരി വലുതായി പോയോ? ഇത്ര വേണോ? മുഴുവനും ആക്കടാ ചൂണ്ടയില്. ചൂണ്ട മുഴുവൻ ആക്കണോ? എന്റെ കൂടെ നിക്ക്. ഇത് മുഴുവനും നോക്കിക്കേ. കുഞ്ഞത് ചുറ്റിക്കെട്ടി വലിയ ചുറ്റിക്കെട്ടി കുനിപ്പല്ലേടാ. ഊന്റെ ചിഹ്നം ചുറ്റിക്കെട്ടേ കനപ്പ. കേട്ടോ ചൂണ്ടയാണോ പോകുന്നത്, ഞാനാണോ പോകുന്നത്, അതോ തീറ്റയാണോ പോകുന്നത്? ഇത് ഇവിടെ ഒന്നല്ല, ഇത് ഇഷ്ടം പോലെ അതില്ലാണ്ട് ഇങ്ങനെ കളഞ്ഞിട്ടുണ്ടായാലും കഴിവാണ്. ഇതിനടിയിൽ ഒരുപാടുണ്ട്. ഞാൻ ചുറ്റിപ്പിടിക്കാം. മറ്റേ പാഞ്ചാലിന്റെ വസ്ത്രാക്ഷേപം അതന്നെ സംഭവം. ക്യാമറയ്ക്ക് ചാർജ് കുറഞ്ഞു. സെറ്റ് ആക്കാം കേട്ടോ. അപ്പൊ എന്റെ ടേൺ ഈ ചെങ്ങട നടുക്കെത്തും. പ്രവചനം 9:40 ഒരു വലിയ മീനെ പ്രവചനം നടത്തിയിരിക്കുകയാണ്. ഇപ്പൊ സമയം 9:10.
ഉത്സുകിയ തൽസുഗി റിയോ അതിനേക്കാൾ തൽസുഗി 9:40 നമ്മൾ മോസ്റ്റ് വലിയ മീൻ പിടിക്കുമെന്നാണ് ആളുചേട്ടൻ പറയുന്നത്. നോക്കാം, കരുനാക്കാണോ കരുനാക്കല്ലേ സ്വർണ്ണനാക്കാണോ നടക്കോ എന്താന്നൊക്കെ നോക്കാം. ഇപ്പൊ നമ്മള് സ്ഥലം മാറ്റി പിടിക്കാൻ പോവാണ്. കാരണം ഇവിടുന്ന് മീൻ കിട്ടുന്നില്ല. രാശിയില്ലാത്ത സ്ഥലമാണ്. എന്താവോന്നൊരു സംശയം ഇല്ലാതെ. അതെ, എന്തായാലും 9:40 ആയിട്ടില്ല. അത് അങ്ങനെ ആയ സ്ഥിതിക്ക് നമ്മള് അവിടെ എത്തുന്ന 9:40 ആവും. ഇവിടുന്ന് മാറാൻ വേണ്ടി പോവാണ് കേട്ടോ. ഉണ്ടോ? ആണോ? അപ്പൊ നമ്മൾ ഷിഫ്റ്റ് ചെയ്യാൻ പോണ സ്ഥലം ഇവിടെ ഒരു രാശിയില്ല. അതെ അതെ, ഇത് പയ്യെ ഇങ്ങനെ ചുറ്റിച്ചിട്ട് ഇത് ചുറ്റാൻ പോവാണ് കേട്ടോ. ഇതേപോലെ തന്നെയാ. തടുകൂടുവാ നമുക്ക് ഇവർ എത്രയും വലിയ മീൻ പിടിക്കാം. പിന്നെ വലിയ ഗെയിമായി പോയി. അയ്യോ ഇവിടെ കൊച്ചാക്കി മുന്നേ ആയിട്ട് മാറ്റിക്ക് സീനാണ് ഗൈസ്. എങ്ങനെയാ ഇതിന് തീറ്റയില്ലായിരുന്നോ? ഇത് മോസ്റ്റാ ഞങ്ങള് വരുന്നുണ്ട്. തീറ്റ വേണ്ടേ? തീറ്റ എടുക്കാല്ലേ? ബേഗ് എടുക്കുന്നില്ലേ? ബേഗ് എടുത്തോ? ഞാൻ കൊട എടുക്കുന്നുണ്ട്. ബേഗ് എവിടെ വെക്കണ്ട? എടുത്തോ. കഴുത്തിൽ അണിഞ്ഞോ? ഒരു നോ പ്രോബ്ലം. ഒരു നോ പ്രോബ്ലം. ഒരു നോ പ്രോബ്ലം. അപ്പൊ നമ്മളെ ചേട്ടായി ഓൺ ദ വേ കണ്ടിന്യൂ. അതെ 100 കിലോ മീൻ പിടിച്ചിട്ട് ഓടി വരാം. അപ്പൊ നമ്മുടെ സന്തോഷ് ചേട്ടായി നമ്മൾ അനുഗ്രഹിച്ചിരിക്കുന്ന കൈ. കിട്ടുമോ അത് കിട്ടില്ലയോ എന്താകുമോ നമുക്ക് അറിയില്ലയോ? അതന്നെ അവിടുന്നാണ് മീൻ മോശമായിട്ട് നമ്മൾ കളിപ്പിച്ചോണ്ടിരിക്കുന്നത്. അങ്ങനെ ഇപ്പൊ അവര് കളിക്കണ്ടോ? അതെ, നിന്നെയൊക്കെ ഇപ്പൊ കാണിച്ചതാ. അതെ അതെ, മീനെങ്ങനെ വിളിക്കാതെ ഞാനിപ്പോ ഓർക്കുന്നേ. എടാ, ആ പീരങ്കി എടുത്ത വെള്ളത്തിൽ വെക്ക്, അങ്ങ് പൊട്ടിക്കേ. ആ വഴി നേരെ പുറത്തേക്ക്. എന്താണ്? ഈ സൈഡിലേക്ക് നിന്നോ. അപ്പതാ സ്ഥലം മാറ്റി പിടിച്ചിട്ടുണ്ട് കേട്ടോ. രണ്ട് ധീരരായ പോരാളികൾ. അതൊന്നും പറയാൻ പറ്റില്ല. ഇതാട്ടോ അത്രയൊന്നും പോരാ. ആര് തരുന്ന പോലെയാണല്ലോ കാണിക്കുന്നത്. അതെ, വേണോ? വേണ്ട. ഉണ്ടാക്കണം, എന്നാലാണ് പോവാതിരിക്കുള്ളൂ. ഓ ശരി മഹത് വ്യക്തി. ഇതൊക്കെ മീന്റെ വായി കുടുങ്ങുമെന്നാ ഞാൻ ഓർക്കുന്നത്. എന്നാ വെറുതെ ചൂണ്ടിട്, വേഗം കുടുങ്ങും. എഴുതി വെച്ചാ മതി, ഇതിനകത്ത് കൊത്ത് തീറ്റ തരാം. അതും ചെറ്റ കൊണ്ട് കഴിക്കല്ലേ. ഇതെന്ത് ചെയ്യും? മീൻ എന്തെയും കൊണ്ട് പോവോ? അഥവാ എങ്ങാനും കുഞ്ഞറ്റി നീ പോവാണെങ്കിൽ കാലിവിടെ ഇങ്ങനെ കൊളുത്തി പിടിച്ചാ മതി. കുളത്തില് നമ്മുടെ ചൂണ്ട നമുക്ക് നോക്കാം മീൻ കിട്ടുമോ എന്ന്. എനിക്കാണോ ആലും ചേട്ടനാണോ അതോ സാംജോ ചേട്ടായിക്കാണോ കിട്ടാം. എന്റെ ഗായ്സേ, എനിക്കറിയാൻ മേല 35 ചേട്ടാ നമ്മളെ അപമാനിക്കരുത്. അത് തന്നെ ഈ 3 കുളം ഒരുമിച്ചാണ് കേട്ടോ. എറിയാം. കാരണം ഈ കുളത്തിന്റെ ബാക്കിയായിട്ട് അങ്ങോട്ടേക്ക് പാലം വഴി അങ്ങോട്ട് പോകും. അവിടെ ഒരു പാലം ഉണ്ട്, ആ വഴി അപ്പുറത്തേക്കും പോകും. ഞാൻ ശ്രദ്ധിക്കില്ല. അറിയാം പോണേ.
നല്ലൊരു എല്ലുണ്ട കളഞ്ഞു guys. ഇതെന്താ ഇങ്ങനെ? നീ എന്താ അറിഞ്ഞേ? എന്ത്? ആ ശരിയാ, അതാ കുടുങ്ങിയോ? അല്ല അപ്പൊ കുറച്ചു മുമ്പ് എന്താ അറിഞ്ഞേ? ഉണ്ട മാത്രം പോയി. എന്നിട്ട് നീ എന്താ ഇപ്പൊ നേരത്തെ അറിഞ്ഞേ? മീന്റെ ഫുഡോ? മറ്റേ പാടറിഞ്ഞാലാടാ ശരിയാവുള്ളൂ എന്നറിയോ? ഇത് കയറങ്ങനെ പിടിച്ചിട്ട് അല്ലെങ്കിൽ ഇതൊരു ഇതിലാ. ഓ ഇനി 5 മിനിറ്റ് ഉള്ളേ. അതാ കൊളുത്തിയായിരുന്നു. ഉണ്ടോ? ഇല്ലേ? ഉള്ളതുപോലെ ഉണ്ടോ? എനിക്ക് ഉള്ള പോലെ തോന്നുവോ? ഒറ്റ വല കൊടുത്താൽ മതിയായിരുന്നു. പിന്നെ അതിനൊക്കെ ഞാൻ പൊക്കോന്ന് പറഞ്ഞു വെറുതെ. അതെ, എനിക്ക് വെറുതെ വിടലാണ് ഇഷ്ടം. അതെ കൊടുക്കാ വെറുതെ വിടാ. അതെ അതെ കണ്ടില്ലേ ഇപ്പൊ ഞാൻ കൊടുത്തത്? അതെ അത് ചൂണ്ട പോലും അതെ കൊടുത്തേ. എത്ര മിനിറ്റ് ആയിട്ട് ലെഫ്റ്റ്? 5 minutes ആണെന്ന് തോന്നുന്നു. 40 ആവാനോ? 30 ചേട്ടാ പ്രവചനം പാളുവോ? പെണ്ണുമ്പിള്ളയുടെ വായി പിന്നെ നമ്മുടെ അതെ 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 10 മണി ഉണ്ടല്ലോ. 9:40 ആയിട്ടുള്ളൂ അല്ലേ? അതെ 10 മണിയിലേക്ക്. ഇതെന്തുവാ എന്റെ അടുത്തേക്ക് വന്നിട്ട് ഇടുന്നേ? നീ അങ്ങോട്ട് എറിഞ്ഞോ? ഇതായി പോവും. മീനുകളൊക്കെ പതുക്കെ വരുന്നുണ്ട്. ഞാൻ അറിയാട്ടോ. ഓ നീ നോക്കിയോ? എന്താ വെച്ചത്? 100 രൂപ ഉണ്ടോടാ കയ്യില്? പക്ഷിയുണ്ട് ഇവിടെ. ഞാൻ ഓടുവേ. പക്ഷി പറക്കുന്ന ആവശ്യം കേട്ടോ. അതാ 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 കിളീനൊക്കെ പേടിപ്പിച്ചു. നിന്നെ പ്രാകുന്നുണ്ടാവും. വല്ല പാമ്പ് തൂങ്ങി ചാടുവോ? എന്നാ അപ്പം ഓം ശിവോഹം ഓം ശിവോഹം. അതാ അതാ അവിടെയൊക്കെ ഇരിക്കുന്നു കിളികൾ. കിളികളുടെ ആവാസ വ്യവസ്ഥയെ തന്നെ നശിപ്പിക്കുന്നു ഈ മഹാവികൃതിയായ കുട്ടി. അപ്പൊ നമ്മുടെ കിളികള് നേരത്തെ അങ്ങോട്ട് ഓടി പറന്നു പോയിട്ടുണ്ടായിരുന്നു. വാ അവിടെ ഇരിക്കാനുള്ള സ്പോട്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് എനിക്ക് നമുക്ക് നോക്കാം. അതെ 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 നമ്മൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇരുന്നാലാണ് കാശ് ഒരു മീനെങ്കിലും കിട്ടുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. വലിയ പാമ്പ് തന്നെ മോസ്റ്റ് പാമ്പ്. ഇത് കണ്ടോ? അതെന്ത് പാമ്പാ? നീർക്കോലിയാ? എന്തേത്? ദേ എന്റെ തലയിൽ നീട്ടി വെച്ചോണ്ടിരിക്കുന്നുണ്ടോ? അമ്മേ കണ്ട ഗൈസ്, പാമ്പ് നമ്മളെ നോക്കിക്കൊണ്ടാണോ നിക്കുന്നത്? അല്ല, അത് വല്ല മീനിനെയും കിട്ടാൻ ചാൻസ് ഉണ്ടോ എന്ന് ഓർത്താൻ തോന്നിക്കുന്നത്. അയ്യോ അയ്യോ ഇതേ പോകുന്നു. ടാറ്റാ. അതെ അതെ സൈഡിൽ കൂടി പോകുള്ളൂ. ഹായ്, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇനി എന്തായാലും ആ സൈഡിലേക്ക് ഞാൻ പോകുന്നില്ല കേട്ടോ ഗായ്സ്. നമുക്ക് ഈ സൈഡിലേക്ക് നിൽക്കാം. വാവ് ഗായ്സ്, ഇവിടുത്തെ ലൈറ്റ്സ് ഒക്കെ കാണാൻ നല്ല മോസ്റ്റ് ബ്യൂട്ടിഫുൾ ആയിരിക്കും കേട്ടോ. വാവ് സൂപ്പർ. അപ്പൊ നമുക്ക് നോക്കാം നമുക്ക് മീൻ കിട്ടുമല്ലോ എന്ന്. എടാ അവസ്ഥയാണോടാ? അവസ്ഥയാണ്. ലാസ്റ്റ് തന്ത്രം ഞാൻ പയറ്റാൻ സമയം കൊറേ നേരമായിക്കളെ ഗായ്സ് നമ്മുടെ ആലോചിച്ചേട്ടാ തന്ത്രം പയറ്റാൻ തുടങ്ങിയത്. ഇതുവരെയായിട്ട് ഒന്നും ആയില്ല. 9:45 9:44 സമയം. എനിക്കറിയില്ല, സമയം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും. മീനിനൊരു മാറ്റം നടന്നു തന്നെ. കിട്ടില്ല എന്നുള്ളത് ഉദ്ദേശം. അല്ല കിട്ടും. തന്ത്രം ഉപയോഗിക്കും. അയ്യോ 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 ഒരു ടീം ഇറങ്ങിയേക്കുന്നുണ്ട്. ദൈവമേ, കണ്ടാ മതി. ഞാൻ ജയിക്കുന്ന ടീമിന്റെ കൂടെ അത്രയാണ്. പണ്ട് മുതൽ എന്റെ പോളിസിയാണ് അല്ലേ? ആരാണ് ജയിക്കുന്നത് അവരെ കൂടെ ഞാൻ ഒറ്റ തൊഴിയും തരും തെറിച്ചും വെള്ളത്തിലും കിടക്കും. മതിയായില്ലേ?
ക്യാമറ ഓണാക്കി മീൻ പോയി. അയ്യോ അൽജേട്ടാ ഒന്ന് നോക്കി നോക്ക്, ചിലപ്പോ അകത്തുണ്ടെങ്കിലോ. അതാ എവിടെ ചൂണ്ടെറിഞ്ഞ്? എന്റെ ചൂണ്ട ഇവിടെ, തീറ്റ അവിടെ. ഗൈസ് ഞാൻ എടുക്കലും എറിയലും മാത്രമേ ഉള്ളൂ കേട്ടോ. ഗായ്സ് ഇപ്പൊ നമ്മുടെ ആലഞ്ചേട്ടന് കിട്ടിയതായിരുന്നു കേട്ടോ. വിട്ട് കൊടുക്കില്ല അത് ഞാൻ. ഓൺലി 10% റിമൈനിങ് ബാറ്ററി. എന്റെ ക്യാമറ ഓഫ് ആവും. അതിനു മുമ്പ് എനിക്കൊരു മീൻ പിടിക്കണം എന്ന് ആഗ്രഹമുണ്ട്. വിഷമിപ്പിക്കല്ലേ. കേട്ടോ ഞാൻ വേഗം ഇടട്ടെ. നല്ല ബലം പ്രയോഗിച്ചു. പതുക്കെ കളിച്ചാൽ മതിയായിരുന്നോ? അല്ല അത് ശരിക്കും നല്ല ബലം പ്രയോഗിച്ചത് തിരിച്ചു വെച്ചു. ഗായ്സ് അപ്പോൾ നമ്മൾ കുടയൊക്കെ എടുക്കാൻ വേണ്ടി വന്നതാണ്. നല്ല മഴ പെയ്തായിരുന്നു. അപ്പോൾ നമ്മുടെ സാംസേട്ടൻ്റെ ബക്കറ്റ് മീനുള്ളൂ. ചേട്ടനെ കണ്ടില്ല. മോസ്റ്റ് 3 മീനുകളുണ്ട്. ഒരു വലിയ വാള്, 2 കുഞ്ഞു വാള്. നമ്മൾ ചെറുതിനെ വലുതിനെ ഒന്നും പിടിച്ചിട്ടില്ല. അവരിനി പിടിച്ചോന്നും അറിയില്ല. യെസ് ഗൈസ് നമുക്കപ്പോൾ അവരുടെ അടുത്തേക്ക് പോകാലേ. നമ്മള് പോവാന്ന് പറഞ്ഞ് വിളിച്ചു പറഞ്ഞു. ഒന്നും പ്രവചിക്കണ്ട. ആലുചേട്ടന് ഒരു മീൻ കുടുങ്ങിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പോയി ഗായ്സേ, നമുക്ക് നാണക്കേടാവും. ഇനി ഒരു കാര്യം ചെയ്യാം, മീനെ കിട്ടി കണ്ട് ക്യാമറ ഓൺ ചെയ്യാം. ക്യാമറ കാണുമ്പോൾ മീൻ അയ്യോ ആദ്യമായിട്ടാ വന്നിട്ട് മീൻ കിട്ടാൻ. സത്യം ചാട് ഞെട്ടി ഈ കുളത്തിലേക്ക്. പറഞ്ഞില്ലേ ചാടി പിടിച്ചു തരാന്ന്. അതായിരിക്കും നല്ലത്. ഭയങ്കര കഷ്ടം തന്നെ ഗൈസ്, മോശം കഷ്ടമാണ്. വിഷമാവുക. ഞാനിത് ചൂണ്ടെടുക്കട്ടെ കേട്ടോ. ഇനിയിപ്പോ നിന്നിട്ട് കാര്യമൊന്നുമില്ല. മീൻ കിട്ടി ഗൈസ്, നാണക്കേടല്ല. ഒരു ചൂട്ടി മീനാണെങ്കിലും നമുക്ക് കിട്ടി. വെള്ളത്തിലിട്ട് കളയരുത്. നാണക്കേട് ഒഴിവാക്കാൻ പിടിച്ചതാ. കഴിഞ്ഞു. റെക്കോർഡ് ഇട്ട് തകർത്തിട്ടുള്ളതാണ്. എന്തായാലും ഞാൻ എന്നും വന്ന ശശിയാണ്. എന്റെ പോളിസി ഇങ്ങനെ കുഞ്ഞാറ്റിയാണ് എന്റെ അടുത്ത്. ഗായ്സ് ഇതൊന്നും അല്ലായിരുന്നു കേട്ടോ നമുക്ക് കിട്ടാറുള്ളത്. 5, 6, 3, 4 വലിയ മീൻ. നമ്മളാ മറ്റേ ചെങ്ങാടത്തിൽ പോകുമ്പോ ചെങ്ങാടം വലിച്ചുകൊണ്ട് പോകാൻ പറ്റില്ല, അത്രയും ശക്തിയുള്ള മീനുകളായിരിക്കും നമ്മളെ കൊണ്ട് പോകുന്നത്. സൈഡിൽ നിന്ന് പിടിച്ചിട്ടാണ് നമുക്ക് കിട്ടാത്തത്. നമ്മൾ നടുക്കെന്ന് പിടിച്ചായിരുന്നെങ്കിൽ ഇതൊന്നും അല്ലായിരുന്നു. അതന്നെ ഉള്ളത് കൊണ്ട് ഓണം പോലെ ഇതിനെയാണ് ഗൈസ് പറയുന്നത്. തോട്ടം നിറച്ച് പച്ചത്തവളയാണ് അമ്മേ. നമ്മൾ ഫോണൊക്കെ എല്ലാവരുടെയും കയ്യിലില്ലേ? ഇല്ല അപ്പൊ അങ്ങനെ ഫോണോ? ആ പാത്രം എടുത്തില്ലേ? എടുത്തു. എന്തേ അതിനൊന്നും പറ്റില്ല. അയ്യോ മോസ്റ്റ് ഫിഷിനെ, വലിയ ഫിഷിനെ കിട്ടിയ ഫ്ലാഷ് അടിക്കണ ആരെങ്കിലും ഒന്ന്. അയ്യോ മോസ്റ്റ് ഫിഷിനെ നമ്മളെ സാംജോ ചേട്ടായി പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കണ്ടോ സാംജോ? അടിപൊളി ഫിഷിനാണ് കാഴ്ച കണ്ടിരിക്കുന്നത്. നീ ജയിച്ചു. ഞങ്ങൾ തോറ്റു. പക്ഷെ ഞങ്ങൾ അപമാനം അകറ്റാൻ വേണ്ടിട്ട് ഒരു മീൻ ഞങ്ങൾ പിടിച്ചു. അതുകൊണ്ട് ഞങ്ങൾ എന്താണ് വിജയികളാണ്. ഇതുണ്ടോ? ഓ വാവ് ബോസേ, നമ്മളിനി മുറിച്ച് അടിച്ച് പറിച്ച് നമ്മൾ അടിക്കാൻ പോവാണ് അവന്മാരെ. അപ്പൊ ചേട്ടായി സീൻ തന്നെ. ചേട്ടായി പിടിച്ചില്ല, ആ ഒരു കുഞ്ഞിനെ പിടിച്ച് ഒരെണ്ണം കിട്ടി. ആ അപമാനം അകറ്റാൻ വേണ്ടിട്ട്. പോലെ നമുക്ക് നോക്കാം ഗൈസ്, നമ്മൾ എന്തോരം മീനെ എത്ര കിലോ പിടിച്ചു നമുക്ക് നോക്കാം. അപ്പൊ നമ്മുടെ ടോട്ടൽ നമ്മൾ എത്ര മീൻ പിടിച്ചിട്ട് നമ്മളൊന്നും ആ ചേട്ടായി 4 എണ്ണം. അപ്പൊ അങ്ങനെ ടോട്ടൽ 5 ഫിഷസ് നമ്മൾ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നോക്കാം എത്ര kg ഉണ്ട്, എന്താണ് ഇതിൻ്റെ അവസ്ഥ എന്ന് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ ക്യാമിന് ഗൈസ് വന്നിട്ട് ചാർജ് തീരെ കുറവാണ്. എനിക്ക് സംഭവം ഇവിടെ കൊടുക്കണം. എന്താ കേട്ടോ
വാവ്. വാവ് വാവ് ഗൈസ് നമ്മുടെ ഫിഷ് നമ്മൾ പാക്ക് ചെയ്യാണ് കേട്ടോ. ഇതാ നമ്മൾ ഈ കവറിലേക്കാണ്. എടാ ലൈറ്റ് ഒന്നും ഇടാ, ഭയങ്കര ഡാർക്കായിട്ടിരിക്കുന്നു. ഇതുകൊണ്ടോ നമ്മൾ ഈ മീനിനെ പിടിക്കുകയാണ്. അപ്പോൾ നമ്മളിനി ഈ മീനിനെ എടുത്തോണ്ട് പോലെ. അതെ ഇതല്ലേ, അതാ അതാ അതിന് വെള്ളം വേണമെന്നാ പറയുന്നത്. കവറിലാണ് നമുക്ക് നോക്കാം നമ്മുടെ ഫിഷ് എത്ര kg ഉണ്ടെന്ന്. 1,700 ഗൈസ്. സാധാരണ നമുക്ക് നല്ല വരാം 14, 15 kg നമുക്ക് വന്നോണ്ടിരുന്നതാണ്. നമുക്ക് ആൾക്ക് ഇത്രയാണ് ഗൈസ് നമുക്ക് കിട്ടിയിട്ടുള്ളൂ. എന്താണ് ചേട്ടാ നമുക്ക് നമ്മള് 15, 16 കിലോ പിടിച്ചോണ്ടിരുന്നല്ലേ. സത്യം സാരല്ല, നെക്സ്റ്റ് ടൈം വരുമ്പോ നമ്മള് 100 കിലോ ആക്കും. ആ ഇതെന്റെ വാക്കാണ്. ആ ഇനിയിപ്പോ എന്നെ പറയൂ, ഇനിയിപ്പോ എന്നെ പറയട്ടോ. തൊഴിക്കും ഇവിടെ എക്സ്പെർട്ടുകൾ, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ആ നോക്ക് എന്നെ കുറ്റം പറഞ്ഞിട്ടുണ്ടോ. എറിയും ഞാൻ പറഞ്ഞേക്കാം. ഭയങ്കര പറ്റി ആ പിന്നെ നല്ല ഫിഷിംഗ് കഴിഞ്ഞ പോവാ. ഒരു പെർസെന്റേജിൽ ഞങ്ങൾ ഓടുവാണ്. ഇതാണ് നമ്മുടെ മീമി. അങ്ങനെ നമ്മൾ സ്വർഗം ഫിഷ് ലാൻഡിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. നാണക്കേട് മാറ്റാൻ വേണ്ടി ഒരു മീൻ നമ്മൾ പിടിച്ചിട്ടുണ്ട് കേട്ടോ. എന്ത് ചെയ്യാനാ ഗൈസ് അവസ്ഥ. സാധാരണ ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെയൊന്നും അല്ല ഗൈസ്. ഇതാ നമ്മൾ പുറത്തുണ്ട്, നമ്മളെ വണ്ടി വെയിറ്റ് നിൽക്കുകയാണ് പോവാൻ വേണ്ടിയിട്ട് അല്ലേ. അതെ, നമ്മുടെ വണ്ടി ഇപ്പൊ വരും ഗൈസ്. ആരെങ്കിലും എന്നെ കൊടുത്ത് കുടിക്ക്. ലെറ്റ്സ് ഗോ ഗൈസ്. ഇതാ ഇവിടെ 2 എന്താ പറയാ മതിലുകളുണ്ട്. ഇത് ടിക്കറ്റ് കൗണ്ടർ ആണ്. അതൊന്നുമല്ല, അതെന്റെ വേടയാണ്. വേടയോ? വേടെന്നാണോ ഉദ്ദേശിച്ചത്? ടിക്കറ്റ് ആണ് കേട്ടോ, ടിക്കറ്റ് കൗണ്ടർ ആണ്. അപ്പൊ നമ്മുടെ വണ്ടി ഇപ്പൊ വരും. അപ്പൊ വണ്ടി വന്ന് നമ്മൾ ഈ മീനെ പിടിച്ച് വീട്ടിലേക്ക് മീനെ പിടിച്ച് ആ ചേട്ടായി പോയി തോന്നുന്നു. അപ്പൊ നമ്മൾ ഈ മീനിനെ നമ്മൾ എന്ത് ചെയ്യും, ഫ്രൈ ചെയ്യും, കുക്ക് ചെയ്യും, നമ്മൾ വിഴുങ്ങും. അടുത്ത വീഡിയോടെ വീണ്ടും കണ്ടുമുട്ടാൻ ഗായ്സ്. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ ചില്ലിങ് വൈബ് വീഡിയോ ഇഷ്ടപ്പെട്ടത് അപ്പൊ നമുക്ക് അടുത്ത വീഡിയോടെ വീണ്ടും കണ്ടുമുട്ടുന്നത്. എല്ലാവർക്കും ബൈ ബൈ. ഞാൻ വയലിൽ പോയി.